പ്രൈസ് ലോർഡ്. പ്രത്യേകിച്ചുള്ള എല്ലാ ദൈവമക്കളും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ് ഒരിക്കൽ കൂടെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ കിട്ടിയ ഈ ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തുതി പറയുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, അതിനു മുമ്പായി ഞാനൊരു ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. ഈ അമേരിക്കയിൽ റിപ്പബ്ലിക്കനായിട്ടുള്ള രണ്ട് സ്മാർട്ടായിട്ടുള്ള മിടുക്കരായ രണ്ട് വ്യക്തികൾ വന്നു. ഒന്ന് വിവേക രാമസ്വാമി, ഒന്ന് ചാർലി കിർക്കും വന്നു. വിവേക രാമസ്വാമി ഹിന്ദു ഇന്ത്യ വംശജനും ആയതുകൊണ്ട് അധികം ഇത് കിട്ടത്തില്ല ഇതുള്ളതുകൊണ്ട് ഇപ്പോഴത്തെ ആ ഒരു ഇന്ത്യക്കാരെ പറ്റി ഉള്ളതുകൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചാർലി കിർക്കിനെ കൊണ്ടുവന്നു. പക്ഷേ പലരും പറയുന്നു ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ്ങുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ ചാർലി കിർക്കിൻ്റെ മരണത്തോട് അനുബന്ധിച്ച് അങ്ങനത്തെ അഭിമുഖങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇപ്പം ചില ആൾക്കാർ പറയുന്നു ഈ വലിയ ആൾക്കാരുടെ മക്കൾക്ക് വരാനുള്ള തടസ്സമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ചാർലി കിർക്കിൻ്റെ മരണം സംഭവിച്ചതെന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചോളം, എനിക്ക് പൊളിറ്റിക്സ് ഒന്നും അറിയത്തില്ല, പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാനിങ്ങനെയാണ് കരുതുന്നത്. ഇപ്പം ഏതാണെങ്കിലും ഇവർ രണ്ടുപേരും തടസ്സമാവും. ഇപ്പം രണ്ടുപേരെയും മാറ്റണ്ടായോ? എന്നാൽ ഒരാൾ പോയി, ഒരാൾ ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ട്. അതെന്തുകൊണ്ടാണ്? അപ്പം ഈ രാമസ്വാമിയെ സംബന്ധിച്ചോളം ആ ആൾ പലരുടെയും പ്രശ്നമാവുമെങ്കിലും മൊറാലിറ്റിക്ക് വരുന്നില്ല. എന്നാൽ ചാളക്കിഴക്കിനെ സംബന്ധിച്ചോളം പല ആൾക്കാരുടെയും മാന്യന്മാരുടെ മുഖം അഴിഞ്ഞു വീഴും അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഈ അടുത്തിടയ്ക്ക് നടക്കുന്ന കുറേ കൊലപാതകങ്ങൾ നോക്കിയേ, അതിൻ്റെ അകത്ത് എന്തോ കാണുന്നേ, ഈ സമൂഹത്തിൽ നല്ലതായിട്ട് നടക്കുന്ന ആൾക്കാർ അവർ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മകളൊക്കെ ഇപ്പം വെളിയിൽ വരുന്നത് കൊണ്ടല്ലേ അവർ ആ കൊലപാതകങ്ങളൊക്കെ ചെയ്ത്. ഈ കഴിഞ്ഞ 2 ദിവസം ന്യൂസിൽ 2-3 കൊലപാതകങ്ങളൊക്കെ കേട്ടണേ, അതാണ് മെയിൻ റീസൺ വരുന്നത്. അപ്പം നമ്മളുടെ സ്ഥാനത്തിനും മാനത്തിനും ഒക്കെ നമ്മൾ എന്ത് സംഭവിച്ചാലും നമ്മൾ ക്ഷമിക്കും. പക്ഷെ എന്നാൽ നമ്മുടെ നമ്മൾ പബ്ലിക്കായിട്ട് വെച്ചൊരു മുഖം മൂടി അഴിഞ്ഞുവിടുക, അല്ല നമ്മുടെ മാന്യത, അല്ല മാനം, അല്ല നമ്മുടെ അഭിമാനം, എന്തോ റെപ്യൂട്ടേഷനൊക്കെ, അതിന് ഇത് വരുമ്പം നമ്മളെന്ത് കൊടുക്കും? ഒന്നുകിൽ ക്ഷമിക്കുക, ദൈവമക്കളായിട്ട് നമ്മൾ ക്ഷമിക്കുമായിരിക്കും. എന്നാലും നമ്മളത് മറക്കാതെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ആ ആളെ ഒന്നുകിൽ അവിടെ നിന്ന് മാറ്റാൻ ഓടിച്ചു വിടാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ദൈവമില്ലാത്തവർ ആയതുകൊണ്ട് ആ പാവത്താനെ മരണത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു അല്ലേ? അതല്ലേ സംഭവിച്ചേ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ നഗ്നത വെളിവായി. ഓക്കെ, ഇനി കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് ഒന്ന് സ്ത്രീയുടെ തല പുരുഷനായിരുന്നു പറയേണ്ടത്, പക്ഷേ എങ്കിൽ പുരുഷൻ്റെ തല സ്ത്രീ എന്നാണ് പറഞ്ഞത്. ക്ഷമിക്കുക. അതേപോലെ സ്ത്രീകളെ പറ്റി ഞാൻ അഴുക്കായിട്ടൊന്നും പറഞ്ഞില്ല, എല്ലാം അവരുടെ പോസിറ്റീവ് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ പ്രാവശ്യം ആണ് ഒരു നെഗറ്റീവ് വരുന്നത് പോകുന്നത്. അതൊരു വലിയ നെഗറ്റീവാണ്. ഇത്രയും നാൾ 2-ാം അധ്യായത്തിൽ എല്ലാം പോസിറ്റീവ് സൈഡ്, പക്ഷേ ഇച്ചിരി ഹാസ്യ രൂപത്തിൽ പറഞ്ഞുള്ളൂ. കാരണം ലേഡീസ് ഒത്തിരി ചിന്തിക്കുന്നവരാ, മെൻസ് അത്ര ചിന്തിക്കാത്ത ആൾക്കാരാണ്. ആ ഒരു രീതി. പിന്നെ ചില പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ ചർച്ചിലോട്ട് വരുമ്പോൾ സന്തോഷത്തോടെ വരുന്നു, തിരിച്ചു പോകുമ്പം ഇച്ചിരി അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കുറ്റമായിട്ട് പറയാം. പക്ഷെ എന്നാലും ഞാനൊരു ഹാസ്യ രൂപത്തിലാണ് പറഞ്ഞത്, ആരെയും കളിയാക്കണമെന്നുള്ള ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പ്ലസും മൈനസും, ചില സ്ഥലങ്ങളിൽ ആണുങ്ങൾ പ്ലസ്സാണ്, ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ പ്ലസ്സാണ്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കൂടിച്ചേരുമ്പം മനസ്സിലായി എന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, കാപ്പിക്ക് ചായക്ക് മധുരവും ചായയും കൂടെ ഒരുമിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പം, പാലും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ നല്ല രുചി അല്ലേ? അപ്പം അതേപോലെ മരുന്നും തീയും കൂടെ കൂടുമ്പോഴല്ലേ പടക്കപ്പെട്ടു എന്ന് പറയുന്നത്. വെടിമരുന്ന് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഫയർ, ആ ഡ്രൈവിംഗ് ഫോഴ്സ്, മനസ്സിലായി? എസ് ഐ എന്ന് പറയുന്നത് ആ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നുള്ളത്. പിന്നെ നേരെ ഹാഫ് എടുത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട്
സെക്കൻഡറി അല്ല. ശരിയാ, ചില സമൂഹങ്ങൾ സ്ത്രീകളെ ഒരു സെക്കൻഡ് ക്ലാസ്സായിട്ട് ആണ് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ അങ്ങനെ ആയിരിക്കരുത്. നല്ല രീതിയിലായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. സമാസമം ഉള്ള രീതിയിലായിരിക്കണം ട്രീറ്റ് ചെയ്യുന്നത്. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലാവും. അതൊരു ഹാസ്യരൂപത്തിൽ, തമാശ രൂപത്തിൽ, ഒരു ബോറടിക്കാത്ത രൂപത്തിൽ പറയുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിന്ന് 3:1 മുതൽ 7 വരെ അതേപോലെ പറയാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള ഒരു ലിവിങ് ലെജൻഡ് എന്നൊക്കെ പറയുന്നത് വലിയ ഇതൊക്കെ ഒത്തിരി പ്രസംഗങ്ങളും വലിയ ജ്ഞാനം അടിച്ചു വിടുന്നതും അങ്ങനെയൊന്നുമല്ല. തെറ്റുകൾ വരുമ്പോൾ അത് അഡ്മിറ്റ് ചെയ്ത് ജീവിച്ചു കാണിച്ചു തരുന്നവരൊക്കെയാണ് എന്നെ സംബന്ധിച്ചോളം ഒരു ലിവിങ് ലെജൻഡായിട്ട്. എൻ്റെ പപ്പായും മമ്മി എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ലിവിങ് ലെജൻഡാണ്. ഓക്കെ. അതേപോലെ ഞങ്ങളുടെ ചർച്ചിലൊരു അങ്കിളും ആൻറ്റിയും ഉണ്ട്. ഈ ആൻറ്റി അങ്കിൾ ഗൾഫിലായിരുന്നപ്പം ഈ ആൻറ്റി അങ്കിളുടെ പേരൻസിനെയും മക്കളെയും എല്ലാം നോക്കി. ഇപ്പം ആൻറ്റി വയ്യാതെ വന്നപ്പോൾ ആൻറ്റി എപ്പോഴും പൊന്നുപോലെ കൊണ്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആൻറ്റി അങ്ങനെ വിചാരിച്ചുകൊണ്ടല്ല ചെയ്തത്. മനസ്സിലായി. അപ്പം ആ സ്ട്രഗിളിൽ കൂടെ ആൻറ്റി കടന്നുപോയി. മനസ്സിലായി. ഗിവപ്പ് ചെയ്തില്ല. മനസ്സിലായി. ഷീ ഫൈറ്റ് ത്രൂ ദാറ്റ് സ്റ്റേജ്. ഇപ്പം നാവ് വെൻ ഷീ ബിക്കം വീക്കായപ്പോൾ അങ്കിൾ സപ്പോർട്ട് ചെയ്തു. മനസ്സിലായി. അപ്പം അവർ രണ്ടുപേരും നടന്നു പോകുന്നത് അരണ്യങ്ങളെ പോലെ രണ്ടുപേരും. ദേ വർ ദ ബ്ലെസ്സിങ്, ദേ വർ ദ ക്രൗൺ ഓഫ് അവർ ചർച്ച്. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു കിരീടം പോലെ അവർ നടന്നു. എനിക്ക് എപ്പോഴും അങ്ങനെയുള്ളവരൊക്കെ വില കാണാതെ വരുമ്പോഴാണ് എനിക്ക് സങ്കടം വരുന്നത്. അവരൊക്കെ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ അവരൊക്കെയാണ് ഒരു ടെസ്റ്റിമണി, പവർ ഓഫ് ടെസ്റ്റിമണി എന്ന് പറയത്തില്ലേ, അതേപോലെയുള്ള അവരെ എവറി ഡേ കാണുമ്പം എൻ്റെ ലൈഫിൽ സ്ട്രഗിൾസ് വരുമ്പം ഞാൻ അവരെ എപ്പോഴുള്ള ഡിഡ്ന്റ് ഗിവ് അപ്പ്, അവർ നടന്നു അല്ലേ. അപ്പോൾ എനിക്ക് നടക്കാനുള്ള ഒരു പ്രചോദനം. മനസ്സിലായി. അപ്പോൾ ലിവിങ് ലെജൻസ് എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വപ്രസവതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയം ഞങ്ങൾ കടന്നു വന്ന് അച്ഛൻ്റെ സന്നിധിയിൽ അല്പസമയം വചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും പഠിക്കാനും പോകുന്നു. ദൈവമേ, ഞങ്ങളുടെ ധ്യാനങ്ങളും ഞങ്ങളുടെ പഠിത്തങ്ങളും എല്ലാം അപ്പച്ചൻ പ്രസാദത്തിലടക്കമേ. ആവശ്യമില്ലാത്തൊന്നും വരല്ലേ, ദുരുപദേശങ്ങളൊന്നും വരുത്തരുത്. കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ അപ്ലൈ ചെയ്യാനും ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാനും അത് ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുക അടക്കണമേ. യേശു മനസ്സാക്കണം. യേശുവിനെ ആമേൻ. ഓക്കെ. ആദ്യം ഹീബ്രു വായിക്കാം, പിന്നെ ഇംഗ്ലീഷ്, പിന്നെ മലയാളത്തിലും വായിക്കാം. ഓക്കെ. അപ്പം 1. ഓക്കെ. 1 മതിയാ. ഓക്കെ. വേ ഹാ നഹാഷ് ഹയ അറൂം മിക്കോൽ ഹയാറ്റ ഹാ സദേ അഷേർ ആസ അഡോണായ് എലോഹിം വയോമിർ എൽ ഹാ ഈഷ അഫ്കി അമാർ എലോഹിം ലോ ടു ഖേലു മിഖോൽ എറ്റ്സ് ഹാഗാൻ. രണ്ടാം വാക്യം. വറ്റോമിർ ഹായിഷ എൽ ആ നഹാഷ് മിഫേറി എറ്റ്സ് ഹാഗാൻ നോഖേൽ. മൂന്നാം അധ്യായം. യു മിഫേറി ഹാ എറ്റ്സ് ആഷേർ ബെറ്റോക് ഹാഗാൻ അമാർ എലോഹിം ലോ ടോഖേലു മിമേനു വെലോ ടിഗ് ഗേയു ബോ ഫെൻ ടെമ്യൂട്ടൂൻ. മരിക്കുകയില്ല. 4 വാക്യം. വയോമിർ ഹാ നഹാഷ് എൽ ഹാ ഈഷ ലോ മോട്ട് ടെമേനു. ദൈവം പറഞ്ഞ കമാൻമെൻറ്റിനെ എഗനസ്റ്റായിട്ടാണ്. നിങ്ങൾ കഴിക്കുന്ന നാളിൽ മരിക്കും. സാത്താൻ പറയുന്നത് മരിക്കുകയില്ല, ഒരിക്കലും നിങ്ങൾ മരിക്കത്തേ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. 5 വാക്യം. ഖി യോദേ എലോഹിം ഖി ബേയോം അഖോൽ ഖേ മിമേനു വേ നിഫ്കേഹു എന്നേഖേം വേ ഹായേറ്റേം ഖേ ലോഹിം യോദ്
എ ടോ വ റേ, നല്ലതും അഴുക്കുമായ, ഗുഡ് ആൻഡ് ഈവിൾ. ഓക്കെ. 6-ാം വാക്യത്തിൽ വെറ്റേരെ ഹാ ഇഷ കീറ്റോ ഹാ എറെറ്റ്സ് ലെമെ അഖാൽ വെഹി ta ava hu la eneim vene hamad ha ets le haski watika mi pereo wato kal wateten gam le isha ima wayo kal. 7-ാം വാക്യം വറ്റിപ ഖനാഹ്, ഓ മൈ ഗാഡ്, വറ്റിപ ഖനാഹ് എന്നെ ഷെനേഹേം വയേദ് യുഖി arumim hem wait peru ale te ena waya asu lahem hagorod. ഓ, അത്യവശ്യത്തിൻ്റെ പാൽ ഇതെടുത്ത് തുരി. ഓക്കെ, നമുക്ക് ഇനിയും ഇംഗ്ലീഷിലോട്ട് വായിക്കാം. അതിൻ്റെ അകത്ത് Now the serpent was cunning more than all the beasts of the field that the Adonai God, Yahweh Devam, has made. And it said to the woman, Did God indeed say, You shall not eat of any of the trees of the garden? And the woman said to the serpent, Oh, fruit of the tree of the garden we may eat, but fruit of the tree that is the midst of the garden, God said, You shall not eat of it, and you shall not touch, lest you die. The serpent said to the woman, You will surely not die. For God knows that on that day you eat thereof, your eyes will be opened, and you will be like angels, knowing good and evil. And the woman saw that the tree was good for food, that it was delight in the eye, and the tree was desirable to make one wise. So she took of its fruits, and she ate it. She gave it to her husband with her, and he ate it. And the eyes of both of them were opened, and they knew that they were naked. And they sewed fig leaves and made themselves clothes. ഇനി മലയാളത്തിൽ നമുക്ക് യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതുമായിരുന്നു. അത് സ്ത്രീയോട്, തോട്ടത്തിൽ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതേ, തൊടുകയും അരുതേ എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെയാകും. പിന്നെ അവർ ദൈവത്തെ പോലെ ആണല്ലോ, ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. പാവം ദൈവം തരുത്ത നല്ലൊരു ഭാരം കൊടുത്തു. ആ വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിന് കൊടുത്തു, അവനും തിന്നു. ഉടനെ ഇരുവരുടെ കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. അപ്പം നമ്മൾ 1 മുതൽ 7 വരെ ഉള്ളത് വായിച്ചു.
റൈറ്റ്. അപ്പം നമ്മൾ ഒന്നാം ഇത് തുടങ്ങും. ഇപ്പം ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അറൂമയും പഠിച്ചപ്പം അതിനെന്തോ നഗ്നരല്ല എന്നാണ് പറഞ്ഞത് അല്ലേ. ഇപ്പം ഇവിടെ now the serpent was cunning എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് ഹ നഹാഷ് വാസ് അറൂം എന്നാണ് എഴുതിയേക്കുന്നത്, സിംഗുലറാണ്. മറ്റേതിൻ്റെ അകത്ത് പ്ലൂറലായിരുന്നു. മനസ്സിലായി. അപ്പോൾ അറൂം അപ്പം ഒരു സ്ഥലത്ത് നഗ്നത അറൂം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നഗ്നത കാണിക്കുന്നുണ്ടെങ്കിലും മറ്റേ സ്ഥലത്ത് വരുമ്പോൾ ക്രാഫ്റ്റ് ചെയ്യും. മനസ്സിലായി. അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ അതെന്തുവാ അതിൻ്റെ അവർക്ക് അറിയാത്ത അവർ നഗ്നരായ നിഷ്കളങ്ക മനോഭാവമുള്ള ഒരായിരുന്നു. എന്നാൽ അവരെ ഇപ്പം സാത്താൻ്റെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഒന്ന് അവരുടെ ഉള്ളിലേക്ക് ഒന്ന് തിരിച്ചു നോക്കിപ്പിച്ചിട്ട് ദൈവത്തിൽ നിന്ന് അകറ്റുക. മനസ്സിലായി. അപ്പോൾ ഇവിടെ നൗ സർപ്പൻ്റ്, ഈ സർപ്പൻ്റ് എന്ന് പറഞ്ഞാൽ വാക്ക് ഹീബ്രു പറയുന്നത് നഹാഷ്, പക്ഷേ പാമ്പെന്നുള്ളത് ഞാൻ പറയുന്നത്. പക്ഷേ സർപ്പൻ്റ് എന്നുള്ള ഇംഗ്ലീഷിലെ വേർഡ് വരുന്നത് സെറാഫീം എന്ന് പറഞ്ഞൊരു വേർഡിൻ്റെ റൂട്ട് വേർഡിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായോ? ഇപ്പം നമ്മളത് കഴിഞ്ഞ് നമ്പേഴ്സ്, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ പുസ്തകത്തിൻ്റെ അകത്തെ 20ൻ്റെ അകത്ത് ഞാനൊന്ന് നോക്കട്ടെ. സംഖ്യാപുസ്തകം 20ൻ്റെ 6 മുതലുള്ള വാക്യത്തിലാണെന്ന് തോന്നുന്നു. നമ്പേഴ്സ് അല്ലേ, നമ്പേഴ്സ് 20യുടെ 6 മുതൽ ഉള്ള വാക്യത്തിലാണ് തോന്നുന്നു പാമ്പിൻ്റെ കടിയേൽക്കുന്ന ഇത് വരുന്നത്. അല്ല, 21ൻ്റെ 4 മുതലുള്ള അതങ്ങോട്ട് വായിക്കുമ്പം അവിടെ പാമ്പിൻ്റെ ഫിയറി സർപ്പൻ്റ് എന്ന് വരുന്നുണ്ട്. മനസ്സിലാകും. വിഷമുള്ള സർപ്പത്തെ പറ്റി വരുന്നുണ്ട്. അവിടെ വരുമ്പം എഴുതിയിരിക്കുന്നത് നഹാഷ് ഹാ സെറാഫീം എന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പാമ്പ് സെറാഫീം. അപ്പം നമ്മൾ യെശയ്യാ പ്രവചനം 6:1 അകത്ത് 1 മുതലുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് സാറാഫുകൾ 6 വിങ്സ് ഉണ്ട്. 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് പറയുന്നു. അപ്പം അപ്പം അവരെ ആ സെറാഫിമിനെ കാണിക്കുന്നത് ഒരു എന്താ ബ്രോൺസ് തീ പോലുള്ള ഫയറി ഇതായിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായി. അപ്പം ഈ ബ്രോൺസ് ബ്രോൺസിന് മലയാളത്തിൽ പിച്ചള എന്നാന്ന് തോന്നുന്നു പറയുന്നത്, തങ്കം ബ്രോൺസ്, ബ്രോൺസ് ഇപ്പം മലയാളം പറഞ്ഞ് തെറ്റും. ഓക്കെ. അപ്പം അത് നമ്മൾ സമാഗമന കൂടാരത്തിൽ പഠിക്കുമ്പം ഈ യാഗപീഠത്തിൻ്റെ സ്ഥാനങ്ങളെല്ലാം ഈ യാഗം കത്തിക്കുന്ന അതെല്ലാം തങ്കം കൊണ്ടുണ്ടാക്കി. എന്താ വെച്ച് കഴിഞ്ഞാൽ പാപത്തെ കാണിക്കും. മനസ്സിലായി. പാപത്തിൻ്റെ ഇതാണ് കാണിക്കുന്നത്. ഗോൾഡ്, സിൽവർ, പിന്നെ ബ്രോൺസ് വരുമ്പോൾ പാപത്തെ പറ്റിയാണ് കാണിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ ഈ ഫിയറി എന്ന് പറഞ്ഞ വിഷമുള്ള കനൽ പോലെ ഇരിക്കുന്നത് അത് കാണിക്കുന്നതിന് കഴിഞ്ഞാൽ വിഷമുള്ളതെന്ന് കാണിക്കുന്നത്. മനസ്സിലായി. ഫിയറി ചുമന്നിരിക്കുന്ന ജീവിയാണ് ഇത്. അപ്പം ഇതിന് ദൈവത്തെ കാണാൻ ഇതില്ല. പലരും പറയുന്നുണ്ട് ലൂസിഫറാണ് സാത്താൻ. ഒരിക്കലുമല്ല. യെശയ്യാ പ്രവചനത്തിൻ്റെ അതും എനിക്കറിയാം നിങ്ങളുടെ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന പല പ്രീ കൺസീവ്ഡ് ഇതാണ് ഞാൻ തെറ്റിക്കുന്നതെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കുക. യെശയ്യാ പ്രവചനത്തിൻ്റെ അകത്തും എസെക്കിയേൽ പ്രവചനം വായിക്കുമ്പം പ്രൊഫറ്റിക്കൽ വേർഡ്സാണ്. എന്താ ലൂസിഫറിൻ്റെ സ്വഭാവമുള്ള ഒരു രാജാവാണ് കാണിക്കുന്നത്. മനസ്സിലായി. പക്ഷേ ലൂസിഫർ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഖെറൂബ് എന്നാണ് വായിക്കുന്നത്. എന്തോ മോർണിംഗ് സ്റ്റാർ, എന്തോ ഉദയസൂര്യ, അല്ലയോ ഉദയസൂര്യ, നീ ഒരു ഖെറൂബായിരിക്കുന്നു. പക്ഷേ ഇത് സാറാഫീമാണ്. മനസ്സിലായി. വീഴ്ത്തപ്പെട്ട ഖെറൂബ്. ഇവിടെ സാറാഫീമാണ് സെർപ്പൻ്റായിട്ട് വരുന്നത്. മനസ്സിലായി. മറ്റേത് ഖെറൂബാണ്. മനസ്സിലായി. അപ്പം ലൂസിഫർ ഖെറൂബായിട്ട് ഇതായിട്ട് വരുന്നെന്ന് ഇപ്പോൾ എന്തുവാ ഇത് വരുമ്പോൾ മാച്ച് ചെയ്യാതെ വരും. ഓക്കെ. സെറാഫീമാണ് പാമ്പ്. മനസ്സിലായി. സെറാഫീമാണ് പാമ്പായിട്ട്
സറാഫിം നഹാഷ്. മനസ്സിലായി? ഫിയറി സർപ്പൻ്റ് എന്ന് പറയുന്നത് ഞാൻ വിഷമുള്ളതും ആ ബ്രോൺസ് ഇതും മനസ്സിലായി, പാപത്തിൻ്റെ ഇത് ദൈവത്തിനെ കാണാം. എന്നാൽ കെരൂബിന് 4 ചിറക്, 2 കൊണ്ട് പാദമുടി, 2 കൊണ്ട് ദൈവത്തെ കവർ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഇങ്ങനെ കവർ ചെയ്യുന്ന ഇതാണ്. മനസ്സിലായി? അപ്പം കെരൂബും സറാഫിമും 2 സറാഫിം ഒരു അശുദ്ധ ജീവിയാണ് ആണെന്നാണ് പഠിച്ചു വരുമ്പോൾ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പം അതിനെ ദൈവത്തിനെ കാണാൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പരിശുദ്ധൻ 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 എന്ന് വിളിക്കുന്നത്. നമ്മുടെ പല പാട്ടുകളിലും പരിശുദ്ധൻ പരിശുദ്ധൻ, യെസ് ഗാഡ് ഈസ് പരിശുദ്ധൻ. ബട്ട് നമ്മൾ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് പരിശുദ്ധൻ പരിശുദ്ധൻ എന്നല്ല പറയുന്നത്. എനിവേ അങ്ങനെ പറയുന്നുണ്ട്, തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷെ നമ്മളുടെ പാട്ട് ഡിഫറെൻറ്റാണ്. ഹോളി ഗാഡ് ഈസ് ഹോളി, യെസ് വി ആർ ഹോളി ടു, റൈറ്റ്? ഗാഡ് മെയ്ഡ് us holy, so we are holy. now നമ്മൾ ഇപ്പം അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ, മനസ്സിലായി? അപ്പോൾ അതുങ്ങൾക്ക് അത് പറ്റത്തില്ല, മനസ്സിലായി? അതുങ്ങൾ അശുദ്ധ ജീവികളായതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ട്, മനസ്സിലായി? അങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ പഠിച്ചത്. ഓക്കെ, അപ്പം സറാഫീം എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് സർപ്പൻ്റ് വരുന്നത്, മനസ്സിലായി? അപ്പം കെരൂബല്ല, ലൂസിഫർ ഒരു കെരൂബെന്നാണ് പറയുന്നത്. ബൈബിളിൽ എവിടെയും ലൂസിഫറിൻ്റെ പേര് ഗ്രീക്ക് ട്രാൻസ്ലേഷനിൽ നിന്ന് വരുന്നതാണ്. എനിവേ, എങ്കിലും മനസ്സിലായല്ലോ, ലൂസിഫർ വീഴ്ത്തപ്പെട്ട ആയിരിക്കും, ഏഞ്ചൽ ആയിരിക്കാം, മനസ്സിലായി? ബട്ട് അതൊരു കെരൂബാണ്. ഇവിടെ സറാഫീമാണ്, പാമ്പ്. ആ പഴയ ശരിയാണ്, നമ്മൾ റെവലേഷൻ പറയുന്ന പഴയ സാമ്യം, പക്ഷെ അതൊരു കെറൂബല്ല, മനസ്സിലായി? സറാഫീമാണ്. ഓക്കെ, അപ്പം നൗ ദ സർപ്പൻ്റ് വാസ് കണ്ണിങ്. അപ്പം ഈ സറാഫീം വീഴ്ത്തപ്പെട്ട ആണെന്നൊരു അഭ്യൂഹങ്ങൾ പറയുന്നുണ്ട്. സറാഫീമിലെ ഓരോ ഗ്രൂപ്പുകളാണ് വീണെന്നൊക്കെ, അത് നമുക്കറിയാമല്ലോ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ. പക്ഷെങ്കിൽ ഈ പാമ്പിൻ്റെ കടിയേറ്റവർ എന്തോ പറ്റി? മരിച്ചു പോവാം. എങ്ങനെയാണ് മരിക്കുന്നത്? ഈ പാമ്പിൻ്റെ വിഷം എന്തോ നമ്മുടെ ബോഡിയിലെ ലിവിങ് സെൽസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക, റൈറ്റ്? അങ്ങനെ വരുമ്പോൾ എന്തോ കൊടുക്കും? നമ്മുടെ ജീവൻ്റെ ശ്വാസം കളയുക, മനസ്സിലായി? എന്നാൽ ദൈവത്തെ നോക്കുന്നവരെ രക്ഷപ്പെടുകയും ചെയ്യും. ഇവിടെ സെയിം തിങ്ങാണ് വരാൻ പോകുന്നത്. പാമ്പിൻ്റെ ഇപ്പം കളിപ്പീര് കടിയേക്കാൻ പോവാം അവയ്ക്ക്, മനസ്സിലായി? അന്നേരം എന്തൊറ്റി? മരണപ്പെട്ടു പോയി. എന്നാൽ നമുക്ക് ക്രിസ്തുയേശുവിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്, മനസ്സിലായി? അതാണിപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നമ്മുടെ ആ ലിവിങ് സെൽസ്, നമ്മുടെ ആ നഗ്നത, നമ്മുടെ ആ നിഷ്കളങ്കത, അതിപ്പം പോകാൻ പോവാം, മനസ്സിലായി? അത് പോകുമ്പോൾ എന്തോ പറ്റും? നമ്മൾ പാപികളായി, നമ്മൾ മരിച്ചു പോയി, ദൈവത്തിൽ നിന്ന് അശുദ്ധരായി, അതുങ്ങളെപ്പോലെ തന്നെ നമ്മളും അശുദ്ധരായി പോവാം, മനസ്സിലായി? അപ്പം ഇവിടെ അതാണ്. അപ്പം ഇവിടെ ഇങ്ങനെ സർപ്പൻ്റ് വാസ് കണ്ണിങ് എന്ന് പറയുന്നു. ചിലർ ഈവിൾ, തിന്മയും സാത്താനും രണ്ടും രണ്ടാണെന്നാണ് എനിക്ക് പഠിച്ചപ്പോൾ തോന്നിയത്. ഓക്കെ, അതെൻ്റെ അഭിപ്രായമാണ്. തിന്മ സാത്താൻ്റെ ഒരു ഫോമിൽ വന്നപ്പോഴാണ് മനസ്സിലായി. ഇവിടെ പാമ്പാട്ട് വന്നു. ഓക്കെ, യേശുക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വരുമ്പം വേറെ ഒരു ഫോമിലാണ് വരുന്നത്, മനസ്സിലായി? വേറെ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പം പല രൂപങ്ങളെടുത്ത് തിന്മ പല രൂപത്തിൽ വരുന്നു. അപ്പം നമ്മളിലോട്ട് ഈ തിന്മ കുത്തിവെക്കണം, നന്മയും തിന്മയും തിരിച്ചറിയപ്പെടുന്ന ഇതായി. ഓക്കെ, അപ്പം എന്നെ സംബന്ധിച്ചോളം തിന്മയാണ് സാത്താൻ, മനസ്സിലായി? ഈവിൾ ആണ് സാത്താൻ. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ തിന്മയെ എതിർത്ത് നിൽക്കുക, റെസിസ്റ്റ് ഡെവിൾ അല്ലെ ഈവിൾ, മനസ്സിലായി? സാത്താൻ എന്ന് പറയുന്നത് ഒരു എന്താ ഒരു വേറെ വേർഡായിട്ട് വരുന്നു, മനസ്സിലായി? ഈ തിന്മയ്ക്ക്
ഒരു വേർഡായിട്ട് വരുന്നതേ ഉള്ളൂ ഇത്. പക്ഷെങ്കിൽ തിന്മയാണ് എപ്പോഴും ദൈവത്തിന് എഗനസ്റ്റായിട്ടുള്ളത്. തിന്മയാണ് പാപമായിട്ട് വരുന്നത്. ഓക്കെ, എന്നെ പഠിച്ച എനിക്കങ്ങനെ തോന്നി. തിന്മയും ഇത് തിന്മ ഇപ്പം ഇവിടെ വരുമ്പം തിന്മ എന്തോ എടുത്തു, പാമ്പിനെ പ്രൊസസ് ചെയ്തു. അപ്പോൾ അന്നേരം ഞാൻ വിചാരിക്കുന്നത് ആനിമൽസിന് ഇതുണ്ടോ, സോളുണ്ടോ, സ്പിരിറ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ആദ്യം ഇതൊന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഉണ്ടെങ്കിലും പക്ഷേ ഡിഫറെൻറ്റ്, നമ്മളുടെ സെയിം അല്ല, ഡിഫറെൻറ്റ് ഇതുണ്ടെന്നാണ് പറയുന്നത്. കാരണം നമ്മളിവിടെ വരുമ്പം സാത്താൻ യൂസ് ചെയ്തിരിക്കുന്നു. പിന്നെ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ ഓടിച്ചു വിട്ടപ്പം പന്നിക്കൂട്ടത്തിലോട്ട് പോയി, പന്നികളെല്ലാം പോയി എന്ന് പറയും. അപ്പം ദർ ഈസ് വേ ഓഫ് സൈറ്റൻ ആനിമലെ പ്രൊസസ് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പഠിച്ചിടത്തോളം ആനിമലിന് സോൾ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ സ്പിരിറ്റ് ഇല്ലെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ I don't know. പക്ഷേ സോളിൻ്റെ അകത്താണ് സ്പിരിറ്റ് താമസിക്കുന്നുണ്ടെങ്കിൽ ഇവന്തോ ആനിമലിന് സ്പിരിറ്റ് ഇല്ലെങ്കിലും മനസ്സിലായി, ഈ സ്പിരിറ്റിന് സോളിൻ്റെ അകത്തോട്ട് വരാം. അത് വരുമ്പം മനസ്സിലായി, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു വെപ്രാളം വന്ന് ഓടി ഭ്രാന്ത് പിടിച്ചു, ആനയ്ക്ക് മന്ത കളക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ ലൈക്ക് അങ്ങനെ പോകുന്നതായിരിക്കും. I don't know. That's what I was thinking. ഓക്കെ, അപ്പോൾ ഇവിടെ സാത്താൻ കണ്ണിങ്ങാണ്, സെർപ്പൻറ്റ് കണ്ണിങ്ങാണ്. സാത്താനല്ല, സെർപ്പൻറ്റ് കണ്ണിങ്ങാണ്. മോർ ദാൻ എല്ലാ ജീവികളെക്കാട്ടിയും ഫീൽഡിലുള്ള ദൈവം ഉണ്ടാക്കിയ എല്ലാ ഫീൽഡിലുള്ള എല്ലാത്തിനെക്കാട്ടിയും കണ്ണിങ്ങായിട്ടാണ്. റൈറ്റ്? അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്നത് ഇവിടെ കണ്ണിങ് എന്ന് പറയുമ്പോൾ എന്തുവാ, നിഷ്കളങ്കത ഇല്ലാത്ത, മനസ്സിലായി, നഗ്നരാക്കപ്പെട്ട, മനസ്സിലായി, ഒരനുഭവമാണ് വരുന്നത്. മനസ്സിലായി? അപ്പം അത് വന്നപ്പോൾ ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വുമണോ സ്ത്രീയോട് ചോദിക്കുക, ഡിഡ് ഗാഡ് ഇൻഡീഡ് സേ യു ഷാൽ നോട്ട് ഈറ്റ് എനി ഓഫ് ദ ട്രീ? ഇവിടുള്ള ഈ ഗാർഡനിലുള്ള ഒരു നിന്നും കഴിച്ചുകൂടെ? ഇപ്പം ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുക, ഇപ്പോൾ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ഹൗ കം അവരല്ലേ ഈ മൃഗങ്ങൾക്കെല്ലാം പേരിട്ട്, ഒരു മൃഗം സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. പാമ്പ് സംസാരിക്കുന്നത്, ഈ സർപ്പൻ്റ് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി? പിന്നെ ചില ആൾക്കാർ ഇത് പറയുന്നുണ്ട്, സർപ്പൻറ്റും പാമ്പും രണ്ടും രണ്ടാണെന്നൊക്കെ പല പഠിപ്പീരുകളൊക്കെ ഉണ്ട്. ആരോണോ, നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, എനിവേ ഇവിടെ അപ്പം ഇവിടെ സർപ്പൻറ്റ് നീ സംസാരിക്കുന്ന കാണുമ്പം ഹു ആർ യു, എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അല്ലെ കൂടെ ഇരിക്കുന്ന ഹസ്ബൻഡിനെ വിളിച്ച് കാണിക്കുക, അല്ലെ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ വൈ ഈസ് ദിസ് പേഴ്സൺ ടോക്കിങ്? ഇവിടെ ആരും എന്തുകൊണ്ട് ആ ഒരു ചിന്ത വന്നില്ല എന്നാണ് എൻ്റെ മനസ്സിൽ ഞാനിത് വായിച്ചപ്പോൾ തോന്നിയത്. ഒരു സ്ട്രേഞ്ചർ ചോദിക്കുന്നതിന് മറുപടി പറയുകയാണ്. ഇത് നമ്മുടെ സ്ത്രീകളിൽ ഇപ്പോഴും ഉണ്ട്. കാരണം പല സാഹചര്യങ്ങളിൽ പലരെയും കളിപ്പിക്കപ്പെടുന്ന ഇതുണ്ട്. മനസ്സിലായി? ഇപ്പം നമ്മുടെ റോഡ് സൈഡിൽ നിന്ന് ഒരാൾ പിക്ചർ എടുത്തിട്ട് വരച്ച് കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് വീഴ്ത്തപ്പെട്ട് പോകുന്ന ഇതുണ്ട്. അതേപോലെ നമ്മുടെ പിക്ചർ എടുത്തിട്ട് നമ്മളെ തന്നെ ഒന്ന് കാണിക്കും, സ്ത്രീകളെ കാണിക്കും. പുരുഷന്മാർ ഈ വക കാര്യങ്ങൾ വീഴുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, വീഴുമോ ഇല്ല ആഴണോ, ചിലപ്പോൾ വീഴുമായിരിക്കും, പക്ഷെങ്കിൽ വീഴ്ത്തപ്പെടുന്ന കണ്ടിട്ടില്ല. എന്നാൽ സ്ത്രീകൾ പലരും വീണു പോകുന്നു. പിൽക്കാലത്ത് ആ പിക്ചർ വെച്ച് അവരെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. റൈറ്റ്? അങ്ങനെ എന്തെല്ലാം സ്റ്റോറികൾ നമ്മൾ കേൾക്കപ്പെടുന്നുണ്ട് ദിവസം. അപ്പോൾ അങ്ങനത്തെ കാര്യം. അതേപോലെ ഒരു കുറച്ച് ഒരു പുകഴ്ത്തി പറഞ്ഞാൽ മതി, ഒരു ഫ്ലാറ്റനിങ് വേർഡ്സ് പറഞ്ഞാൽ മതി, സ്ത്രീകൾ വീഴ്ത്തപ്പെടുക. എന്തുവാണെന്നൊന്നും ചോദിക്കാതെ ചാടിക്കയറി വീഴ്ത്തപ്പെടുന്നത് ഇപ്പോഴും എത്ര പേരെ ദിവസം കബളിപ്പിക്കപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ട്. എനിക്കും
എനിക്കും പറ്റുന്നുണ്ട് കേട്ടോ. എന്നെയും കഴിഞ്ഞ ദിവസം ഒരാളെ കളിപ്പിക്കാൻ നോക്കി, ആക്ച്വലി കളിപ്പിച്ചു. ഓക്കെ, പക്ഷെ പേടിച്ചെങ്കിലും, ഞാൻ പേടിച്ച് എന്തോ എന്നെല്ലാം ചോദിച്ചെങ്കിലും സ്റ്റിൽ എന്തുവാ 2 പിള്ളേരെ കൊണ്ട് ഒരു സ്ത്രീ വന്നിട്ട് ഫുൾ ടാങ്ക് അടിച്ചു തരാമെന്ന് ചോദിച്ചു. ആദ്യമൊക്കെ ഞാൻ പേടിച്ചു. അവരെന്നോട് ചോദിച്ചു എൻ്റെ ക്രെഡിറ്റ് കാർഡ് തരാമെന്ന് ചോദിച്ചു. മനസ്സിലായി? ഈ സ്ത്രീ വന്ന് ചോദിക്കുക, ഗീവ് മീ യുവർ ക്രെഡിറ്റ് കാർഡ് സോ ഐ ക്യാൻ ഫിൽ അപ്പ് മൈ ടാങ്ക്. ഞാൻ പറഞ്ഞ തരത്തിലെന്ന് അത് ഈ മാറി നടന്നു. പിന്നെ 2 പിള്ളേരെ കണ്ടപ്പം അവർ റോഡ് സ്റ്റക്കായിരിക്കുകയാണ്. ഇപ്പം നാളെ എൻ്റെ മാതാവോ അല്ലെ എൻ്റെ വൈഫോ അല്ലെ സഹോദരങ്ങൾ ആരെങ്കിലും ഇതേപോലെ വരുമ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. മനസ്സിലായി? ആ ഒരു രീതി മെൻറ്റാലിറ്റി 2 പിള്ളേരെ കണ്ടപ്പോൾ ഞാൻ കൊടുത്തു. എന്നെ എല്ലാവരും വഴക്ക് പറഞ്ഞു, നിന്നെ കളിപ്പിച്ചിട്ടാവുക. എന്നെയും കളിപ്പിച്ചു. ഓക്കെ, അതേപോലെ എനിക്ക് ഫ്ലാറ്റനിങ് വേർഡ്സ് ഒന്നും പറഞ്ഞില്ല, ആ പിള്ളേരെ വെച്ച് കാണിച്ച് കളിപ്പിച്ചെന്നാണ് എല്ലാവരും പറഞ്ഞത്. എന്നെ കളിപ്പിച്ചോ ഇല്ല എനിക്കറിയത്തില്ല. കളിപ്പിച്ചെങ്കിൽ ദൈവം അവരോട് ചോദിച്ചോളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ സംഭവിച്ചു. മനസ്സിലായി? ഇതേപോലുള്ള കളിപ്പീരുകൾ ഇഷ്ടം പോലെ ദിവസം ഫ്ലാറ്റനിങ് വേർഡ്സ് പറഞ്ഞ് സ്ത്രീകളെ കളിപ്പിക്കപ്പെടുകയും അവരെ ചൂഷണം ചെയ്യുകയും അവരെ മനസ്സിലായി സെക്ഷലായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് പലരെയും ദിവസം കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എത്ര ആയിട്ടും ഇതെന്താ പഠിക്കാത്തതെന്ന്. ഇവിടെയും സെയിം തിങ് അല്ലേ. ഒരു സ്ട്രേഞ്ചർ വന്ന്, ഒരു ആനിമൽ സ്ട്രേഞ്ചർ വന്നിട്ട്, ഹൂ ആർ യു, നിങ്ങൾ ആരാ, നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നത്, മറ്റുള്ളവർ സംസാരിക്കുന്നത് ചോദിക്കാനൊരു, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ഭർത്താവിനോട് പോയി ചോദിക്കാൻ ഒരു മനസ്സിലായ ഒരു മനോഭാവമില്ല. സ്വന്തം കാര്യങ്ങളത് അങ്ങ് ഏറ്റെടുത്തു. മനസ്സിലായി? ഒരു എന്താ അതിനെന്താ പറയുന്നത്, ഒരു മാജിക്ക് പോലെ, കൺകെട്ട് പോലെ നമ്മളെ അങ്ങ് വശീകരിപ്പെടുന്നത്. ഡിഡ് ഗാഡ് ഇൻഡീഡ് സേ? അപ്പം അടുത്ത മറുപടി പറയാം, വുമൺ മറുപടി, ഫ്രൂട്ട് ഗാർഡനിലുള്ള എല്ലാ ഫ്രൂട്ടും ഞങ്ങൾക്ക് കഴിക്കാം, നടുക്കുള്ള ഒരെണ്ണം കഴിക്കരുത്, കഴിക്കുകയും ചെയ്യരുത്, തൊടുകയും ചെയ്യരുത്. മനസ്സിലായി? ആ തൊടുന്ന നാളിൽ മരിക്കും. ഇപ്പം ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഈ വചനം ശരിക്കും കോട്ട് ചെയ്യാത്തതുകൊണ്ട്, കൂട്ടി പറയുന്നുണ്ട്. അതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം അവരുടെ നഗ്നത, മനസ്സിലായി, ആ നിഷ്കളങ്കത അവരിലോട്ട് തന്നെ നോക്കുക. എന്നിട്ട് ദൈവം പറഞ്ഞ കൽപ്പനകൾ പാടെ നിഷേധിച്ച്, മനസ്സിലായോ, അവരുടെ നന്മ എന്തുവാ, അവർക്ക് നന്മ വരേണ്ടത് അല്ല, മനസ്സിലായി, അതിൽ കൂടുതലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവരുടെ സ്വന്തത്തിലോട്ട് നോക്കുകയാണ് ഇവിടെ. എന്ന് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ചാർലിക്കർക്ക് പല ആൾക്കാരുടെ മൊറാലിറ്റി അവരിലോട്ട് നോക്കി, അവർ കാണാത്ത മൊറാലിറ്റി അവരിൽ നോക്കി, മനസ്സിലായി, അവരെ പൊളിച്ച് കാണിക്കുന്നതെന്ന് പറയുന്ന പോലെ. ഇപ്പോൾ ഈവ് നിഷ്കളങ്കരാണ്, ദൈവത്തെ പോലാണ്. ബട്ട് ആ ഒരു എന്താ തിരിച്ചകത്തോട്ട് നോക്കിപ്പിക്കുക, മനസ്സിലാവും. അതാണ് സംഭവിച്ചത്. അപ്പം അങ്ങനെ അത് ഇനി സർപ്പൻ്റ് ഉടനെ എടുത്തവായി പറയുന്നത്, നിങ്ങൾ ഒരു കാലത്തും മരിക്കത്തില്ല, യു വിൽ ഷ്യൂർലി നോട്ട് ഡൈ. അന്നേരവും എൻ്റെ മനസ്സിൽ ചോദിക്കുക, അതിനി പറയുന്നത്, ഗാഡ് നോസ് ഓൺ ദാറ്റ് ഡേ യു ഈറ്റ് യുവർ ഐസ് വിൽ ബി ഓപ്പൺ, യു വിൽ ബി ലൈക്ക് ഏഞ്ചൽ നോയിങ് ഗുഡ് ആൻഡ് ഈവിൾ. നമ്മളെ ദൈവത്തെ പോലെ നമ്മളെ സൃഷ്ടിച്ച്, മനസ്സിലായി. അപ്പം ശരിയാ, ആദാമിനാണ് ഈ കമാൻഡ്മെൻറ്റ്സ് എല്ലാം കൊടുത്തത്, ഈ വന്നരയില്ലായിരുന്നു പിൽക്കാലത്ത്. പിന്നെയാണ് ഈവിനെ സൃഷ്ടിച്ച്. എങ്കിൽ പോലും, മനസ്സിലായി, എങ്കിൽ പോലും ഭർത്താവ് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, കാണത്തില്ലേ, ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു ഏഞ്ചൽസിനെ പോലാകുന്ന, ദൈവത്തെ പോലെ ഉള്ള സ്റ്റാറ്റസിൽ നിന്ന് ഏഞ്ചൽസിലോട്ട് മാറുവാണോ ചെയ്യേണ്ടത്? എനിവേ, അപ്പോൾ നോയിങ് ഗുഡ് ആൻഡ് ഈവിൾ, നമ്മൾ നിഷ്കളങ്കരായി ഇരിക്കുന്ന നമ്മളിലോട്ട് എന്തിനു നന്മയും തിന്മയും അറിയപ്പെടാൻ പോകുന്നത്? ഈ സെയിം സംഭവങ്ങളെല്ലാം നമ്മുടെ
ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നടക്കുന്നത്, അല്ലേ? ഇപ്പം പഴയ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ലിവിങ് ലെജൻസിനെ പോലുള്ളവരൊക്കെ നമുക്കൊരു മാതൃക കാണിച്ചിട്ടുണ്ട്. ഇത് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട. അപ്പം നമ്മളിന്ന് ഇപ്പം പറയാം, ഇപ്പം വൈൻ കുടിച്ചോ? പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ തീമോത്തിയോസിനോട് അല്പം സേവിച്ചോളാൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വൈൻ കുറച്ച് കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മനസ്സിലായി? കുടിച്ച് മത്തരാവാതിരുന്നാൽ മതി, മനസ്സിലായി? നിങ്ങളിൽ വേറെ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തോ? ആര് പറഞ്ഞു? ബൈബിളിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചെയ്യരുതെന്ന്? ഇല്ലല്ലോ. നിങ്ങൾ ചെയ്തോ? ഒരിക്കലും മരിക്കത്തില്ലെന്ന്. ചെയ്യുന്ന നാളിൽ ഓർത്തോണം. വിസ്ഡം ശലോമോൻ്റെ അതിൻ്റെ അകത്ത് പറഞ്ഞത്, ഒഴിക്കുന്നത് പോലും കണ്ടു നിൽക്കരുത്. കണ്ടു നിന്ന ആ സർപ്പത്തെ പോലെ പിന്നെ നിങ്ങളെ കൊത്തും. അപ്പം എന്ന് പറയുന്ന പോലെ ഇവിടെ ഇതേപോലുള്ള പല ഈ സെയിം കോൺസെപ്റ്റ് ഷുഗർ കോട്ട് ചെയ്ത് വേറൊരു രീതി വരുമ്പം നമ്മൾ മിക്കവരും അതിൻ്റെ അതങ്ങ് വീഴുമോ? അതിപ്പോൾ വൈൻ്റെ കേസ് മാത്രമല്ല, മറ്റുള്ള കേസുകളും കേസുകളും. ഇപ്പം ഇതൊക്കെ അറിഞ്ഞ് എനിക്ക് ഇങ്ങനത്തെ കാര്യം വരുമ്പോണ്ടല്ലോ, എനിക്കതിൻ്റെ ആൻസർ അറിയണം, മനസ്സിലായി? അപ്പം ഞാൻ പലരോടും ചോദിച്ചു, എനിക്ക് ആൻസർ കിട്ടുന്നില്ല, മനസ്സിലായി? അപ്പം ഞാൻ തന്നെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ വീഞ്ഞിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. റെസവിറ്റോളും അങ്ങനെ ടാനനിയും എന്ന് പറഞ്ഞാൽ കയ്പ്, ആ സാധനങ്ങളൊക്കെ ഹാർട്ടിനും നമുക്കൊത്തിരി നല്ലതാണ്, റൈറ്റ്? അപ്പം അത് നല്ലതാണ്. പക്ഷേ അപ്പം ഞാൻ എന്തോരം അങ്ങനത്തെ ഒത്തിരി ഇപ്പം ഏതൊരു കാര്യം കൊണ്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുപ്പി കാണിച്ചിട്ട് ഒരു 30 ഗുണങ്ങൾ പറയും, മനസ്സിലായി? കാണാൻ നല്ലതും ഭംഗിയുള്ളതും എല്ലാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണിക്കും, റൈറ്റ്? എന്നിട്ട് നമ്മളെ കളയും. ഞാൻ വെച്ച് നോക്കുമ്പോൾ വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? മനസ്സിലായി? വൈനും ഗ്രേപ്പ് ജ്യൂസും തമ്മിലുള്ള വ്യത്യാസം എന്തോ? ഒരു വ്യത്യാസമില്ല, ആൽക്കഹോൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, മനസ്സിലായി? ഇതിൻ്റെ അകത്തെ എല്ലാ ഗുണങ്ങളും, മനുഷ്യൻ്റെ ശരീരത്ത് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ട്, മനസ്സിലായി? പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ആൽക്കഹോൾ. ഈ ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പം ഇതൊരു ഡ്രഗ്സ് പോലാണ്, മനസ്സിലായി? അത് ഇപ്പം ഒരാഴ്ച ഇത് കഴിയുമ്പം പിറ്റാഴ്ച അത് കൂടുതൽ വേണമെന്ന് പറയും, പിറ്റാഴ്ച അത് കൂടുതൽ വേണം. ഇപ്പം അപ്പോൾ അത് കുടിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇത് കുടിക്കുന്ന ഇതിൻ്റെ മുഖാന്തരം ക്യാൻസർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, റൈറ്റ്? ഇത് കൂടുതൽ കുടിച്ചാലും അങ്ങനെയൊക്കെ. എന്തിനാ ഇതിനൊക്കെ പോകുന്നത്? ഗ്രേപ്പ് ജ്യൂസ് കുടിച്ചാൽ പോരെ? എല്ലാ ഗുണങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ട്, അല്ലേ? അപ്പോൾ ഇതാണ് ഞാൻ മുമ്പ് ഈ അടുത്ത വാക്യം, കാണാൻ ഭംഗിയുള്ളത്. ട്രീ വാസ് ഗുഡ് ഫോർ ഫുഡ്, കാണാൻ ഭംഗിയുള്ളത്. മേക്ക് ഇറ്റ് വൈസ്, മനസ്സിലായോ? അത് പ്രശ്നമാണ്. കാണാൻ ഭംഗിയുള്ളതും നല്ലതും ഇറ്റ്സ് ഓക്കെ, ഹാവ് ഇറ്റ്, എൻജോയ്. ഇപ്പം ഒരു മനുഷ്യൻ്റെ ശരീരത്ത് ഫുഡുകൾ വേണം, ഓക്കെ? നല്ല ഫുഡുകൾ കഴിക്കുക, ഫാസ്റ്റ് ഫുഡും പ്രോസസ്സും അങ്ങനെയുള്ള കഴിക്കാതെ, വിരുദ്ധാഹാരം കഴിക്കാതെ നല്ല ആഹാരം കഴിക്കുക, മനസ്സിലായി? ഗ്രേപ്പ് ജ്യൂസ് കഴിക്കുക. പക്ഷേ വൈൻ്റെ ആവശ്യമുണ്ടോ? പിന്നെ ഇന്നത്തെ കാലത്തെ വൈനും യേശുക്രിസ്തുവിൻ്റെയൊക്കെ കാലത്ത് ചില ആൾക്കാർ എന്നോട് ഇതും ചോദിച്ചോട്ടെ, യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയില്ലേ, എന്തുകൊണ്ട് നമുക്ക് കുടിച്ചുകൂടാ എന്നൊക്കെയുള്ള രീതി ചിലപ്പോൾ സങ്കടം വരും. എങ്ങനെ മറുപടി പറയും? കാരണം സ്ട്രോങ് ആയിട്ട് മറുപടി പറഞ്ഞാൽ അവർ റിബലിയസ് ആവും, വിട്ടുപോകും. എന്തു കൊടുക്കും? പ്രാർത്ഥിക്കാൻ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിൽ അവരോട് നല്ല രീതിയിൽ പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. എനിവേ, ഇതേപോലുള്ള ഈ സെയിം അടവുകളൊക്കെ നമുക്ക് ഗ്രേപ്പ് ജ്യൂസിൻ്റെ അല്ല മുന്തിരിങ്ങയുടെ ആവശ്യമേ ഉള്ളൂ, അതിൻ്റെ ആവശ്യമില്ല. ബട്ട് നിങ്ങൾ കുടിച്ചോ, മത്തരായിരുന്നാൽ കുഴപ്പമൊന്നും വരത്തില്ല. പിൽക്കാലത്ത് മുഴുക്കുടിയനായി പോവുകയും ചെയ്യും. ഓക്കെ, എനിവേ, ഷ്യൂർലി
അതേപോലെ പറഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലാവും, നന്മയും തിന്മയും തിരിച്ചറിയും. നിങ്ങൾ ദൈവത്തെ പോലല്ലേ? നിങ്ങൾ ദൈവത്തെ പോലാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി എന്തിനാണ് ദൈവത്തെ പോലെ ആകുന്നത്? നന്മയും തിന്മയും തിരിച്ചറിയും. മേ ബി രണ്ട് ട്രീ ഉണ്ട്. ദൈവത്തിനുള്ളിൽ ഇത് നല്ലത് മാത്രം ക്രിയേറ്റ്. ഇപ്പം നമ്മൾ മാനെ എനിക്ക് ഇതും ക്രിയേറ്റ് ചെയ്യണം, മനസ്സിലായി, ഞാനിത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നിനക്ക് വേണ്ടതല്ല എന്ന് പറയും. നമ്മുടെ ലോകത്തിൽ പല കാര്യങ്ങളുണ്ട് നമുക്ക് വേണ്ടാത്ത. എന്തിനാണ് നമ്മളത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അതിൻ്റെ പുറകെ പോയി പിൽക്കാലത്തും നമുക്ക് മരണം സംഭവിക്കും, നമ്മുടെ ആത്മീയ മരണം സംഭവിക്കുന്നത് എന്തിനാണ്? പിൽക്കാലത്ത് ഇങ്ങനെയൊക്കെ ഞാൻ പണ്ട് പറഞ്ഞല്ലോ, ദൈവ സഭയിൽ ഒത്തിരി നല്ലവരായിട്ടുള്ളവരെ കണ്ടിട്ടുള്ള ആത്മീയരായിട്ടുള്ള ഇന്ന് ആ വിശ്വാസത്തിലില്ല. ഇതേപോലുള്ള രീതി 1, 2 എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് പോയവരാ. അല്പം സേവിക്കുന്നുണ്ട്, കുഴപ്പമില്ല, മത്തരാവായിരുന്നു, അങ്ങനെ പറഞ്ഞു. ഇന്ന് പല ആൾക്കാരും ആ വിശ്വാസത്തിൽ നിന്ന് പോയവരുണ്ട്. അപ്പം അത്രയും കണ്ടിട്ടും ഇത്രയും ആൾക്കാർ നമുക്കുണ്ടായിട്ടും ഇവിടെ ഇങ്ങനെ വന്നിട്ടും ഇത് ഷുഗർ കോട്ട് ചെയ്ത് വേറെ ഒരു രീതി വരുമ്പം നമുക്ക് ആ ഡിസേണിങ് സ്പിരിറ്റ് ഇല്ലാതെ വന്ന് നമ്മൾ അതിൻ്റെ അകത്ത് പിന്നെയും വീഴുക. എന്തോ വായ്, മനസ്സിലായി, വായ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ വീണിരിക്കുന്ന സ്ത്രീയാണ്. സാമാന്യമായി തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരാൾ സ്ട്രേഞ്ചർ വന്ന് ചോദിക്കും, ഹൂ ആർ യു, വൈ ആർ യു ആസ്കിങ് മീ ദിസ് ക്വസ്റ്റ്യൻ? എന്തിനാണ് ചോദിക്കുന്നത്? ഇപ്പം പേടിയത് അച്ചാച്ചാ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ഹസ്ബൻഡ് അല്ലെങ്കിൽ പേരൻസിൻ്റെ അടുക്കെ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ അടുക്ക്, ടീച്ചർ ദിസ് സ്ട്രേഞ്ചർ ഈസ് ആസ്കിങ് മീ ഓൾ കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻ, ഐ ഡോണ്ട് നോ വൈ ആർ ദേ ആസ്കിങ് മീ ഓൾ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അവരോട് പോയി ചോദിക്കുക ചെയ്യാനുള്ളതിന് ഇവിടെ ഒന്നുമില്ലാതെ അങ്ങ് തുറന്നടിക്കപ്പെട്ടവരെ പോലെ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജോലി സ്ഥലത്ത് ഇപ്പം ഞാൻ എന്നെ കബളിപ്പിക്കുന്ന കാര്യം പറഞ്ഞപ്പം ഞങ്ങളുടെ ജോലി സ്ഥലത്ത് പറഞ്ഞു, ഇപ്പം കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ഗ്യാസ് സ്റ്റേഷനിൽ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞ് കൊണ്ടുവരും, എന്നിട്ട് നമ്മുടെ ഈ ബോഡി പാർട്സിൻ്റെ ഇവിടെ എവിടെയെങ്കിലും അടിച്ചു തരും. അത് നമ്മുടെ മൂക്കിലോട്ട് വരുമ്പോണ്ടല്ലോ നമ്മൾ മയങ്ങി അവരുടെ മയങ്ങി അവർ പറയുന്ന എല്ലാത്തിനും വഴങ്ങുന്ന ഒരു അവസ്ഥയുണ്ടെന്ന് ഞാൻ എന്നോട് പറഞ്ഞ ഞങ്ങളുടെ ജോലി സ്ഥലത്തുള്ള ഒരു സ്ത്രീയെ അങ്ങനെ യൂസ് ചെയ്ത് അവർ മയങ്ങിപ്പോയി. പക്ഷേ ഭർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു. അപ്പം ഇതേപോലെ ഒരു ക്വസ്റ്റ്യനിൽ കൂടെ സ്ത്രീ അങ്ങ് മയങ്ങിപ്പോയി. ഹൗക്കം, എന്തുകൊണ്ട് അത് ചിന്തിച്ചില്ല എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നതിന് എല്ലാത്തിനും മറുപടി പറയാം, റൈറ്റ്? അപ്പോൾ അവരുടെ ആ ഇൻസെക്യൂരിറ്റീസ്, ആ നിഷ്കളങ്കതയെ ഇപ്പം ചോദിക്കുക എന്ന് കഴിഞ്ഞാൽ ആ സർപ്പത്തിൻ്റെ വിഷം കുത്തി വെപ്പിച്ച് പോകൊണ്ടിരിക്കുക, മനസ്സിലായി, ത്രൂ ദിസ് ചോദ്യങ്ങളിൽ കൂടെ. അത് കഴിഞ്ഞ് പറയുന്നത് പറഞ്ഞ കണ്ടില്ലേ, നിങ്ങൾ ഒരിക്കലും മരിക്കത്തില്ല. ദൈവം പറഞ്ഞ കമാൻഡ്മെൻറ്റിൻ്റെ ഘടകവിരുദ്ധമായ കാര്യമാണ്. നിങ്ങൾ മരിക്കത്തില്ല, ഒരു നാളും മരിക്കത്തില്ല. കബളിപ്പിക്കുകയല്ലേ ചെയ്തത്. ദൈവത്തിൻ്റെ ആ കമാൻഡ്മെൻറ്റ്സിനെ ഡിസൊബേ ചെയ്യാൻ, റിബൽ ചെയ്യാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിലും ആ സെയിം റിബല്യൻ അല്ലേ. ദൈവം തരുന്ന കമാൻഡ്മെൻറ്റ്സ് മനസ്സിലായി, അത് അനുസരിക്കാതിരിക്കാൻ വേണ്ടി മനസ്സിലായി നമ്മൾ പല ന്യായങ്ങളും കൊണ്ടുവന്നിട്ട് അത് മറ്റേതാ, അത് മറിച്ചതാ. എന്നിട്ട് നമുക്ക് മറ്റേ ഷുഗർ കോട്ട് ചെയ്ത് തന്നെ അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ ജാതീയമായ കുറേ കാര്യങ്ങൾ നമ്മളുടെ അങ്ങോട്ട് വരുന്നു, ഷുഗർ കോട്ട് ചെയ്യുന്നു. അതിനെ അനുസരിക്കാൻ യാതൊരു മടിയില്ല. എന്നാൽ ഇതിനെ നമ്മൾ ദൈവം തന്ന കമാൻഡ്മെൻറ്റ്സിനെ നമ്മൾ റിജക്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ദാവീദ് വീഴ്ത്തപ്പെട്ടു പോയപ്പോൾ എത്ര കമാൻഡ്മെൻറ്റ്സ് തെറ്റിച്ചു. കവറ്റ് ചെയ്യരുത്, റൈറ്റ്, സെക്ഷൽ, കൊലപാതകം, അങ്ങനെ ബേസിക്കലി ഞാൻ നോക്കുകയാണെ 10 കമാൻഡ്മെൻറ്റ്സും തെറ്റിച്ചു. ഇവിടെ ഈവ് എത്ര തെറ്റിക്കുന്നത്? നിങ്ങളൊന്ന് വായിച്ചിട്ട് ഏതൊക്കെ കൽപ്പനകൾ ദൈവം തന്ന 10 കൽപ്പനകൾ ഏതൊക്കെ കൽപ്പനകൾ തെറ്റിച്ചു എന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ പറയുമ്പം ഭർത്താവ് ഷുഡ് ബി ഹെർ ഹെഡ്, റൈറ്റ്, a reverence, fear of the Lord
ഇസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. ഇവിടെ സാത്താൻ പറയുന്നില്ലേ, ഈ ആഹാരം കഴിച്ചാൽ മതി നിങ്ങൾ വൈസ് ആവും. മനസ്സിലായി? ഹെർ വിസ്ഡം ഷീഡ് സപ്പോസ് ടു കം ഫ്രം ഹെർ ഹസ്ബൻഡ്. ബട്ട് ഇവിടെ അവിടെയും കബളിപ്പിക്കപ്പെടുക. റൈറ്റ്? ഫിയർ ഓഫ് ദ ലോർഡ് ഇസ് എ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. സ്ത്രീയെ സംബന്ധിച്ചോളം ഹെർ വിസ്ഡം ഷുഡ് ബി കം ഫ്രം ഹസ്ബൻഡ്. ഹസ്ബൻഡിൻ്റെ വിസ്ഡം ദൈവത്തിന്. മനസ്സിലായി? ബഹുമാനം, എന്താ ഓസംനെസ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, റെവറൻറ്റ്. മനസ്സിലായി? അതാണ് ഫിയർ ഓഫ് ദ ലോർഡ് പറയുന്നത്. പക്ഷേ ഇവിടെ അതെല്ലാം തെറ്റി വരുമല്ലേ, അല്ലേ? എല്ലാം തെറ്റി. റൈറ്റ്? അത് കഴിഞ്ഞ് ഈ ഒരു വേർഡ് പ്ലേ ഉണ്ട്. ഈ ഡിസയറബിൾ എന്നുള്ള വാക്ക് എൻ്റെ ഹീബ്രു വാക്കെന്ന് പറയുന്നത്, ഈ ഹീബ്രുവിൽ ഒത്തിരി വാക്കുണ്ട്. അതിലൊന്നാണ് ഹവ. കുറച്ച് കഴിയുമ്പം ആഡം, ഈ സ്ത്രീക്കിടുന്ന പേര് ഹവ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് എന്താ, ഹവ. മനസ്സിലായി? ഹവ എന്ന് പറഞ്ഞ് ഹവയുടെ ഹീബ്രു ആണ് ഹവ. മനസ്സിലായി? ഈ ഹവയുടെ അർത്ഥം ഡിസയറബിൾ. മനസ്സിലായി? ഡിസയറബിൾ. അപ്പോൾ ഇവിടുത്തെ വേർഡ് പ്ലേ വന്നാണ്ടില്ലേ, മനസ്സിലായി? സാത്താൻ അല്ലേ, സർപ്പൻ്റ് ഏതൊരു കാര്യത്തെ വെച്ച് ഡിസയറബിൾ ടെംപ്റ്റേഷൻ നടത്താൻ നോക്കുന്നു, ഇവിടെ വീഴ്ത്തപ്പെടുന്ന വീഴ്ത്തപ്പെടുന്ന കാര്യം തന്നെ പേരായി വരുവാണ്, ഡിസയറബിൾ. മനസ്സിലായി? ചിലപ്പോൾ ലിറ്ററേച്ചർ വായിക്കുമ്പോൾ ശരിക്കും വേർഡ് പ്ലേ ഒക്കെ വരുമ്പോഴും ഇപ്പം ഈവിൻ്റെ പേര് ഹവ എന്നുള്ളത്, ഹവ ഇതിൻ്റെയൊക്കെ ഹവയുടെ അർത്ഥം ഡിസയറബിൾ. മനസ്സിലായി? അപ്പോൾ ആ സെയിം തിങ് തന്നെയല്ലേ വരുന്നത്. ആ ട്രീയുടെ കാണാൻ ഭംഗിയുള്ളതും ഡിസയറബിളും, പിന്നെ മേക്ക് യു വൺ വൈസ്. മനസ്സിലായി? അപ്പം ഹെർ ജ്ഞാനം ഷുഡ് കം ഫ്രം ദൈവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന്. ബട്ട് നൗ സർപ്പൻ്റ് കൽപ്പിച്ചു, ആ ഫ്രൂട്ടിൽ നിന്ന് പോയി. മനസ്സിലായി? ഇപ്പം ഇതല്ലേ നമ്മുടെ ഇപ്പം ഇതിനെ നമുക്ക് ന്യൂ ടെസ്റ്റ്മെൻ്റ് കൺമോഹം ജലമോഹം ജീവിതത്തിൻ്റെ പ്രതാപത്തിൽ വീണു പോകുന്ന ഒരവസ്ഥ. മനസ്സിലായി? കണ്ണിനാൽ വീഴ്ത്തപ്പെടാത്ത, മനസ്സിലായി? ജഡമോഹത്താൽ വീഴ്ത്തപ്പെടാത്ത, കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം. ഈ മൂന്നെണ്ണത്തിൽ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഡെയിലി പെട്ടുപോകുന്ന ഒരവസ്ഥയല്ലേ. അപ്പോൾ അത് തന്നെ ഇവിടെ വീഴ്ത്തപ്പെട്ടു പോകുന്നത്. അത് കഴിഞ്ഞ് 7ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കണ്ടിട്ടില്ലേ, അവരുടെ കണ്ണ് തുറന്നു. സെയിം ആറും വേർഡ് അവിടെ വരുന്നത്. ഇപ്പോൾ എന്ത് കൊടുത്താൽ അവരുടെ നിഷ്കളങ്കത പോയി, അവർ ക്രാഫ്റ്റി ആയി തുടങ്ങി. മനസ്സിലായി? ആ പാമ്പിൻ്റെ വിഷാംശം ഉള്ളിൽ പോകുന്നു. മനസ്സിലായി? ക്രാഫ്റ്റിനെസ്, മരണം സംഭവിച്ചു. ആ ദൈവികമായ ആ നെഫേഷ് ഹായ, മനുഷ്യനിൽ ദൈവം തന്ന ആ നെഫേഷ് ഹായ, ആ സ്പിരിച്വൽ ഹായ പോയി, ചത്തുപോയി. റൈറ്റ്? ആ വിഷം, ഫിയർ സർപ്പൻറ്റിൻ്റെ കടിയേറ്റു. അത് കഴിഞ്ഞ് യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുപ്പിനാൽ ത്രൂ അക്സെപ്റ്റിങ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ പേഴ്സൺ ആകുമ്പോഴത്തേക്ക് നമ്മളിന്താ വിഷാംശം മുഴുവൻ പോകും. ഇവിടെ ഈ നമ്പേഴ്സ് 21 ആ നോക്കുന്ന ആൾക്കാരെല്ലാവരും രക്ഷപ്പെടും എന്ന് പറയുന്നത് ക്രിസ്തുവിന്. എത്ര മനോഹരമായിട്ടാണ് ഈ വേർഡ്സ് എല്ലാം കണക്ട് ചെയ്ത്. ഇവിടുത്തെ വേർഡ്സും നമ്പേഴ്സിൻ്റെ അകത്ത് പിന്നെ ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ എവറിത്തിങ് കണക്റ്റഡ് ആകുമ്പോൾ ചിലപ്പോൾ അത് പറഞ്ഞ് നമ്മുടെ ദേർസ് നോ അതർ ബുക്ക് ലൈക്ക് ബൈബിൾ. നമ്മുടെ ബൈബിളിനെ പോലും വേറൊരു ബുക്കില്ല. എത്ര കണക്റ്റഡായിട്ടാണ് ഓരോ വേർഡ്സും കണക്റ്റഡ്. അതേപോലെ തന്നെ ലിറ്ററേച്ചറിനകത്ത് ഹവയുടെ ഡിസയറബിൾ വരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ എനിവേ അവരെന്ത് പറ്റി? ഇപ്പോൾ അവരുടെ നഗ്നത അനാവൃതമാക്കി. റൈറ്റ്? അവരുടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്ത്രീയുടെ നഗ്നത അനാവൃതമാക്കുമ്പോൾ എന്നതെങ്ങനെയാണ് ലെവിറ്റിക്സിൻ്റെ അകത്ത് പറയുന്നത്? മനസ്സിലായി? സ്ത്രീ നഗ്നത അനാവൃതമാക്കി.
നൗ ഹസ്ബൻഡ് ഇതാണ് ഒരു എന്താ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്ന പോൽക്കാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ത്രൂ സൈറ്റൻ കബളിപ്പിക്കുന്നതിൽ കൂടെ ഒരു ഇൻ്റർകോഴ്സ് നടന്ന് ആ സ്ത്രീ എന്തെടുത്തു, തൻ്റെ ആ നിഷ്കളങ്കത അനാവൃതമാക്കി. വിത്തൗട്ട് ഒരു ചോദ്യം ചോദിക്കാതെ കബളിപ്പിക്കട്ടെ, ഈസിലി കബളിപ്പിക്കട്ടെ. ഇതേപോലത്തെ എത്ര അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ ഓരോരുത്തരും കൂടെ നമുക്ക് കാണാനും കേൾക്കാനും ഒരു സില്ലിയായിട്ടുള്ള കാര്യങ്ങൾ, ഫോട്ടോ എടുക്കുന്ന പോലുള്ള കാര്യങ്ങളും അല്ലാത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെയും കബളിക്കപ്പെടുക ചെയ്തേ അല്ലേ? അങ്ങനെയല്ലേ ചെയ്തേ? ഒരു 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 നിസ്സാരം ചോദിച്ച് മാറിപ്പോണ്ട ഇത് സ്ട്രോങ് ആയിട്ടിരിക്കും. ഞാൻ ഇനി തമാശ കാര്യത്തിൽ പറയാം. ഈ സർപ്പൻ്റ് ചിലപ്പോൾ ആദമിൻ്റെ അടുക്ക വന്നതാണ്, മനസ്സിലായി? ആദമിൻ്റെ അടുക്ക് കുറേ നേരം ഈ പുള്ളി ടി വി എല്ലാം ഓഫ് ചെയ്ത് പുള്ളിക്കാരനല്ല ഫുൾ, മനസ്സിലായി, ചിന്തിക്കാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ഇരിക്കും. പല പ്രാവശ്യം പുള്ളിയുടെ അടുക്ക ട്രൈ ചെയ്ത് കാണും. ഈ പുള്ളിയുടെ അടുക്ക ഒരു പണി നടന്നില്ല. ഈ സർപ്പനെ മടുത്ത് ഞാൻ കുറേ തെറ്റിക്കാൻ നോക്കി. ഈ പുള്ളിയെ ഞാൻ തെറ്റിക്കാൻ നോക്കിയിട്ട് ഈ പുള്ളി ചിന്തിക്കുന്നു, ഒരൗൺസിന് പോലും ചിന്തിക്കുന്നില്ല. ചിന്തിച്ചാലല്ലേ നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് നോക്കണം, അവിടെ ഒരു പുള്ളിക്കാരി ഫുൾ ടൈം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, എന്നാൽ ഞാൻ അവിടെ പോയേക്കാം, മനസ്സിലായി? ഇതൊരു തമാശ രീതിയിലാണ് പറഞ്ഞത്. അവിടെ ചെന്ന് ഈസി ആയിട്ട് കളിപ്പിച്ചില്ലേ, ഫുൾ ഇതാക്കിയില്ലേ. ഞങ്ങളിങ്ങനെ നല്ലതായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആണുങ്ങളായിരുന്നു അതല്ലേ. അവിടെ വന്ന് ഇനിയിപ്പോൾ ഈ ശാപം വരുമ്പോൾ കണ്ടോ, ഞങ്ങൾ ഭൂമി കളക്കി ഞങ്ങൾ വേർപ്പുകൊണ്ട് ജീവിക്കും. ഞങ്ങൾക്കിങ്ങനെ സൂചിച്ച് ഇവിടെയൊക്കെ ആനിമലിനൊക്കെ പേരൊക്കെ ഇട്ട്, മനസ്സിലായി, അവിടുത്തെ ഇതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെയൊക്കെ ജീവിച്ചതിന് നിങ്ങൾ വന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കുളമാക്കി. അതൊരു തമാശയായിട്ട് പറയുന്നുള്ളൂ. ഓക്കെ, ഇനിവേ ഇത്രയേ ഉള്ളൂ, മനസ്സിലായി? നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. സാത്താൻ സർപ്പൻ്റ് എന്ന് പറയുന്നത് ഒരു നാഹാഷ് എന്ന് പറയുന്നത് ഒരു സർപ്പൻ്റ് എന്ന് പറയുന്നത് ഒരു മേ ബി ആ സെറാഫിമായിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ പാമ്പായിരിക്കാം. ബട്ട് ഇഫ് പാമ്പാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി ചോദിക്കുമായിരുന്നു, ഇത്രയും എണ്ണത്തിന് സംസാരിക്കേണ്ട, നിനക്ക് എന്തുകൊണ്ട്, വൈ ആർ യു ടോക്കിംഗ്, മനസ്സിലായി? ഒരു സ്ട്രേഞ്ച്നെസ് ഫീൽ ചെയ്യത്തില്ലേ? പക്ഷേ ഇവിടെ അത് ഫീൽ ചെയ്യാനായിട്ട് കാണിക്കത്തില്ല. ഐ ഡോണ്ട് നോ വൈ. എനിവേ, അങ്ങനെ ഒന്ന് ചോദിച്ചു. ആ ഈവിലിൻ്റെ നിഷ്കളങ്കതയെ, മനസ്സിലായി, നിഷ്കളങ്കതയെ പാമ്പിൻ്റെ ത്രൂ പാമ്പിൻ്റെ കണ്ണിങ്നെസ്സും കൊണ്ട് വിഷാംശം ഇട്ട് മനുഷ്യൻ്റെ ആ ദൈവമായിട്ടുള്ള ആത്മബന്ധം പോയിസണാക്കി മരിച്ചു. പേടിക്കണ്ട. ഇനി നിങ്ങളോട് പറയാം, എത്ര കഠിനമാണെങ്കിലും നിങ്ങളുടെ പാപം, എത്ര പ്രയാസമാണെങ്കിലും, എത്ര ഡിപ്രഷനാണെന്ന് പറഞ്ഞാലും, എത്ര ആണെങ്കിലും യേശു ക്രിസ്തു ഒരു വിടുതലുണ്ട്. ഓക്കെ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഓക്കെ, സ്വന്തം രക്ഷയെ സ്വീകരിക്കുക. ഈ ചത്ത അനുഭവം മാറി ഒരു ജീവൻ്റെ അനുഭവം വരും. ഇതുകൊണ്ടാണ് പറഞ്ഞത് വീണ്ടും ജനനത്തിൻ്റെ അനുഭവം വരണം. മനസ്സിലായി? അതുകൊണ്ടാണ് ഈ ദിവസങ്ങളെല്ലാം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളൂ. ഒന്ന് വീണ്ടും ജനിക്കപ്പെടുക, ഒന്നും പരിശുദ്ധാത്മാവിനാലും വെള്ളത്താലും സ്നാനം ചെയ്യുക, ദൈവത്തെ കാണുവാൻ, ദൈവരാജ്യം. എനിക്ക് ഒത്തിരിയും കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഈ ദിവസങ്ങളായിട്ടൊക്കെ ദൈവം അനുവദിച്ച സമയം പ്രിപ്പയർ ചെയ്യാൻ കിട്ടിയ എനിക്ക് ദൈവരാജ്യം എന്തുവാണെന്ന് അതിനെപ്പറ്റി പറയണമെന്നുണ്ട്. അതിനു മുമ്പ് വർഷിപ്പ് എന്താണെന്ന്, ആരാധന എന്താണെന്ന്. ഇന്ന് ഒരുമാതിരിപ്പെട്ട മിക്ക ആൾക്കാർക്ക് ആരാധനയുടെ എന്തുവാണ്, സഭായോഗത്ത് വരുന്ന ആരാധന എന്ന് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ആരാധന ആറ്റ്സ് എ പാർട്ട് ഓഫ് എ വർഷിപ്പ്. ഓക്കെ, ആരാധന 24/7 ആരാധനയെ പറ്റി. പിന്നെ ഫെയ്ത്ത്, വാട്ട് ഈസ് ഫെയ്ത്ത്, മനസ്സിലായി? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. നമ്മളെല്ലാവരും ഓടിപ്പോകുന്നത് ഹീബ്രു 11:1 അങ്ങനെ കുറേ അതാണോ? ഓക്കെ, ഫെയ്ത്തിനെ പറ്റി പറയണമെന്ന് ആഗ്രഹമുണ്ട്, കിങ്ഡം ഓഫ് ഗോഡിനെ പറ്റി പറയണമെന്നുണ്ട്, വർഷിപ്പിനെ പറ്റി ഇങ്ങനെ ഒരു ഇതൊക്കെ നടത്തുന്നുണ്ട്. എനിവേ, സമയം കിട്ടിയാൽ ഞാനത് സ്റ്റഡി ചെയ്യും, എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതി പറയാം. പക്ഷേ എങ്കിലും എൻ്റെ രീതിയിലേ പറയാൻ പറ്റത്തുള്ളൂ, എൻ്റെ അറിവിലേ പറയാൻ പറ്റത്തുള്ളൂ.
സീസൺഡ് വെറ്ററിൻ്റെ അത്രയും പറയാൻ കഴിയത്തില്ല. എങ്കിലും എന്നെക്കൊണ്ട് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി അത് പഠിച്ചിട്ട് ഞാൻ ഓരോ ദിവസങ്ങളായിട്ടൊക്കെ ഇടാം. അതേപോലെ എന്നോട് വേറെ ഒരു ആൾക്കാരും പറഞ്ഞു, ഇങ്ങനെ 7 വാക്യം എടുക്കാതെ ഓരോ വാക്യം എടുത്ത് മനസ്സിലായി ഓരോ ദിവസം ഇടാമെങ്കിൽ 10 മിനിറ്റായിട്ട് അല്ലെങ്കിൽ 15 മിനിറ്റായിട്ട് ഇടാമെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ എവറി ഡേ ഇടാൻ എനിക്ക് സമയം കിട്ടത്തില്ല എന്ന് കഴിഞ്ഞാൽ പിള്ളേരെ വെക്കുകയും ഇത് ചെയ്യുകയും ജോലിയെല്ലാം ചെയ്യുന്നു. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യാൻ എത്ര സമയമാണെന്ന് പറയും. അതുകൊണ്ട് പലപ്പോഴും എല്ലാ ദിവസവും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ കിട്ടുന്ന സമയങ്ങളെല്ലാം ഞാൻ എന്തെടുക്കും, ഓരോ ദിവസം ഈ പ്രിപ്പയർ ചെയ്ത് കുറച്ച് ആഡ് ചെയ്തിട്ട് ഓരോ ദിവസവും 7 വാക്യമായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളിവിടെ എന്തുപറ്റി, സാത്താൻ്റെ കണ്ണിൽ ഹവ്വാമ്മച്ചി വീണുപോയി. ഹവ്വാമ്മച്ചി വീണു പോയതുകൊണ്ട് എന്ത് പറ്റി നഗ്നരായിപ്പോയി. പാമ്പിൻ്റെ കടിയേറ്റ് നമ്മളെന്ത് പറ്റി, ആത്മീയമായി മരിച്ചുപോയി. ആത്മീയമായി മരിച്ചു പോകാൻ എന്ത് പറ്റി, നഗ്നരായപ്പെട്ടു. ദൈവം നമ്മളെ ഉടുപ്പിച്ചിരുന്ന ഒരു വസ്ത്രം ഉണ്ടായിരുന്നു എന്നാണ് എല്ലാ ബൈബിളിലും എല്ലാ തിയോളജിയൻസും പറഞ്ഞത്. ആ നഗ്നത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശ ദൈവത്തോടു കൂടെ ആയിരുന്നപ്പം മോശയുടെ മുഖത്ത് പ്രകാശിച്ച സൂര്യ തേജസ്, ആ തേജസ് പോലൊരു തേജസ് നമ്മളിലുണ്ടായിരുന്നു. നമ്മൾ നിഷ്കളങ്കരായതുകൊണ്ട് മനസ്സിലായി, നമുക്കത് മതി. നമ്മളെന്ന് വീഴ്ത്തപ്പെട്ട് പോയപ്പോഴത്തേക്ക് ആ നിഷ്കളങ്കത പോയതോടുകൂടി പാമ്പിൻ്റെ കടിയേറ്റ് കബളിപ്പിക്കപ്പെട്ട് കടിയേറ്റത് കൊണ്ട് നമ്മൾ മരണപ്പെട്ടു പോയതുകൊണ്ട് നമ്മുടെ ആ നിഷ്കളങ്കത പോയി. ദൈവത്തിൽ നിന്നാകുന്നു. ദൈവത്തിൻ്റെ കമാൻമെൻറ്റ് എൻ്റെ ദൈവം തന്ന കമാൻമെൻറ്റാന്ന് പറഞ്ഞ് എതിർത്ത് നിൽക്കാൻ കഴിയാതെ എന്തോ പറ്റി, പാമ്പ് പറഞ്ഞു ഒരിക്കലും മരിക്കത്തില്ല. ആ പാമ്പിനെ വിശ്വസിച്ചു, ദൈവത്തെയല്ല വിശ്വസിച്ചു. നമ്മുടെ വിശ്വാസം യേശു ക്രിസ്തുവിലായിരിക്കും, പാമ്പിലായിരിക്കും. പാമ്പ് പറയുന്നത് അതുകൊണ്ടാണ് പറയുന്നത് റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ. ആ ഒരു സൂചിക്കുഴലിന് പോലും അവസരം കൊടുത്താൽ കയറിയെന്ന് ഒരു ഫുട്ബോൾ കളിച്ചിട്ട് പോകും. ഓക്കെ, അതേപോലെ റെസിസ്റ്റ് ദ ടെംപ്റ്റേഷൻ, റെസിസ്റ്റ് ദ ഈവിൾ. ഓക്കെ, ഇവിടെ അമ്പുവാൻ വെച്ച് ഈസിയായിട്ട് വീണുപോയി. അതേപോലെ നമുക്ക് വരത്തരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഓക്കെ, ഹസ്ബൻഡിനോട് പറയാം. ഫിയർ ഓഫ് ദ ഹസ്ബൻഡിനോടുള്ള ബഹുമാനമാണ് ഏറ്റവും വലിയ നിങ്ങളുടെ ജ്ഞാനം. ഹസ്ബൻഡിനോടും ദൈവത്തോടും, ഞങ്ങളെ സംബന്ധിച്ചോളം ദൈവത്തോടുള്ള ജ്ഞാനമാണ്, ദൈവത്തോടുള്ള ആ റെവറൻ്റാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ജ്ഞാനം. അത് കളഞ്ഞു പോകരുത്. ഓക്കെ, റെബലിയസ് ആകരുത്. പണ്ട് കടിയേറ്റത് കൊണ്ട് നമ്മൾ മരിച്ചുപോയി. വീണ്ടും ജനത്തിൻ്റെ അനുഭവം ഉറപ്പായിട്ടും വേണം. ഓക്കെ, എനിക്ക് സൈനസിൻ്റെ ഇതുള്ളതുകൊണ്ട് ചുമയുണ്ട്, തൊണ്ട പെട്ടെന്ന് ട്രൈ ചെയ്യുക, അതുകൊണ്ട് ചുമ വരുന്നത്. ഇന്നിവിടെ നിർത്താം, പ്രാർത്ഥിച്ച് നമുക്ക് അവസാനിക്കും. ഞങ്ങളുടെ സുഖസുഖതാവേ, ഇന്നത്തെ ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് അപ്പച്ചൻ്റെ പാദമെടുത്ത് വരുവാൻ ഞങ്ങൾക്ക് പഠിക്കുവാനാക്കിയല്ലോ. ദൈവമേ, പാമ്പിനാൽ അല്ലെങ്കിൽ സർപ്പൻ്റിനാൽ ഞങ്ങൾ ഒരിക്കൽ വീഴ്ത്തപ്പെട്ടു. ദൈവദേവ ഏജസ് നഷ്ടപ്പെട്ടു. ഞങ്ങൾ പാപികളായിരുന്നു. അപ്പച്ചൻ എന്ന കമാൻമെൻറ്റ് ഞങ്ങൾ പാടേ മറന്നു. ഞങ്ങൾ വീഴ്ത്തപ്പെട്ടു പോയി. എന്നാൽ ഞങ്ങളെ കൈവിടാതെ ഉപേക്ഷിക്കാതെ ദൈവമേ, സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് യേശുപ്പിച്ചനെ നൽകി തന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി യേശുപ്പിച്ചനെ നൽകി തന്നു. ദൈവമേ, ആ യേശുപ്പിച്ചൻ ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വരുവാനും ജീവിക്കുവാനും ജീവിച്ച് ഞങ്ങൾക്ക് മാതൃകയായി കാണിച്ചു തന്നു. മരിക്കുവാനും അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും പ്രക്ഷോഭം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനാൽ ഓരോ ദിവസവും ഞങ്ങൾ നടത്തുന്നതിനായ സ്വന്തം ഞങ്ങൾക്ക് അപ്പച്ചനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയല്ലോ. ഈ കേൾക്കുന്ന ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യാതുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാതെ ആക്കണമേ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ പാമ്പിൻ്റെ കടിയേറ്റത് മരണപ്പെട്ട ആ അവസ്ഥയിൽ നിന്ന് ഒരു വീണ്ടും ജനത്തിൻ്റെ അനുഭവം ദൈവമേ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഓരോ ദിവസവും ദൈവമേ ആ സ്വർഗീയ സന്തോഷം, കമാൻമെൻറ്റ്സ് ദൈവമേ ഞങ്ങൾക്ക്
ആക്സെപ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് ജീവിപ്പായിട്ട് ആക്കണം. യേശു മനസ്സാക്കണം. യേശു ആത്തന്നെ. ആമേൻ.